നഗരസഭാ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ കോൺഗ്രസിൽ പൊട്ടിത്തെറി തുടരുന്നു. കെപിസിസി ജനറൽ സെക്രട്ടറി മണക്കാട് സുരേഷ് കോർ കമ്മിറ്റി ചെയർമാൻ പദവി രാജിവെച്ചു. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ കെപിസിസി മാനദണ്ഡം ലംഘിച്ചതിനെ തുടർന്നാണ് നേമം ഷജീറിനെ സ്ഥാനാർത്ഥിയാക്കിയത്. ബിജെപി കോൺഗ്രസ് ധാരണയെന്നും പരാതി. നഗരസഭയിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയം പാളി. അതിന്റെ പ്രതിഷേധമാണ് പലയിടത്തും പൊട്ടിത്തെറിക്ക് വഴിവെച്ചിരിക്കുന്നത്. നേമത്ത് കോർ കമ്മിറ്റി ചെയർമാനായിരുന്ന മണക്കാട് സുരേഷ് രാജിവെച്ചു. അദ്ദേഹം രാജിക്കത്ത് കെപിസിസി അധ്യക്ഷൻ സണ്ണി ജോസഫിനും പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനും കൈമാറി. സ്ഥാനാർത്ഥി നിർണയത്തിൽ കെപിസിസിയുടെ മാനദണ്ഡം ലംഘിച്ചതിനെ തുടർന്നാണ് മണക്കാട് സുരേഷിന്റെ രാജി. അദ്ദേഹം കെപിസിസി ജനറൽ സെക്രട്ടറിയാണ്. നേമം ഷജീറിനെ സ്ഥാനാർത്ഥിയാക്കിയത് ബിജെപി കോൺഗ്രസ് ധാരണയെന്നും നേതാക്കളുടെ പരാതിയിൽ പറയുന്നു. നേമത്തെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ബിജെപിക്ക് വഴിയൊരുക്കാനാണെന്നും സാമുദായിക സന്തുലനാവസ്ഥ പാലിച്ചില്ലെന്നുമാണ് പരാതി. മാസങ്ങളായി നേമത്ത് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചിരുന്ന നേതാവാണ് മണക്കാട് സുരേഷ്. അദ്ദേഹം മുന്നോട്ടുവെച്ച ജി.ബി. ഹരിയെ തഴഞ്ഞാണ് ഷജീറിനെ സ്ഥാനാർത്ഥിയാക്കിയത്. പ്രശ്നം പരിഹരിക്കാൻ നേതാക്കൾ അനുനയ നീക്കം ആരംഭിച്ചിട്ടുണ്ട്. പുഞ്ചക്കരിയിൽ ആർ.എസ്.പിക്ക് സീറ്റ് നൽകിയതിൽ പ്രതിഷേധിച്ച് മഹിളാ കോൺഗ്രസ് മുൻ ജനറൽ സെക്രട്ടറി എ.ജി. കൃഷ്ണവേണി സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചു. കൃഷ്ണവേണി പരസ്യ പ്രചാരണവും ആരംഭിച്ചു. സമാനമായ തർക്കം പൗണ്ട് കടവിലും മുട്ടടയിലും ചെറുവക്കലിലും നിലനിൽക്കുന്നുണ്ട്. കെ.എസ്. ശബരിനാഥനെ സ്ഥാനാർത്ഥിയാക്കിയ കവടിയാറിലും സമാന പ്രതിഷേധമുണ്ടെന്നാണ് സൂചന. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.